ഹലോ, ഞാനിന്ന് ഉജ്വാൻ്റെ വീട്ടിലേക്ക് പോക്കാണ്. ഉജ്വാൻ്റെ ഏട്ടൻ്റെ മോനെ കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേറൊരു പരിപാടി ഉണ്ട്, അതിനും കൂടി വേണ്ടിയിട്ടാണ്. രാവിലെ നല്ല മഴയേനു, ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കണ്ടത്തിലേക്കൂടെ പോകാമെന്നാണ് വിചാരിച്ചത്. നല്ല ചളിയുണ്ട് കേട്ടാ, വെള്ളം കുറവാണ്, എന്നാലും ചളിക്ക് ഒരു കുറവുമില്ല. നെല്ലുണ്ട്, വാഴ, കപ്പ എല്ലാം ഉണ്ട്. നോക്കിയിട്ട് നടന്നിട്ടെങ്കിൽ ഏതെങ്കിലും വായാണെങ്കിൽ പോയി വീകലായിരിക്കും. റോഡുണ്ട്, എന്നാലും എളുപ്പവഴി നോക്കിയിട്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ച്. പൈസയിൽ പോയൊരു ഓട്ടോ കിട്ടീന്. തലശ്ശേരി ബസ് ഒറ്റ നിർത്തൂല അതിൽ കൂടിയൊന്നും. നമുക്ക് പൈസ തേടിയും തലശ്ശേരി ബസ് നിർത്തി തരുന്നില്ല. പിന്നെ അതിനെ നോക്കി ഇരുന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് കിട്ടിയ ഓട്ടോന് കയറി പോവുക ചെയ്ത്. മഴ കുറവായതുകൊണ്ട് മട്ടന്നൂർ ടൗണെല്ലാം കാണാനൊരു വൃത്തിയുണ്ട്. ബസ്സും ഉണ്ട്, വണ്ടികളും എല്ലാം കൊണ്ട് നിറഞ്ഞിന്. അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് ഒതുങ്ങി കൂടൂലേ. എവിടെയെല്ലാന്നല്ലേ വെള്ളപ്പൊക്കവും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. എല്ലാവരും സേഫായിരിക്കുമെന്ന് വിചാരിക്കുന്നു. വാർത്തകളെല്ലാം കാണുമ്പോൾ പേടിയാവുകയെന്ന്. ഇപ്പോൾ ബസ്സിലെല്ലാം TV വന്നതുകൊണ്ട് വാർത്തയും കാണാം, അതിലൂടെ പാട്ടും കേൾക്കാം. എല്ലാവർക്കും സുഖം തന്നെ. വീട്ടിലെത്തീന്. വീട്ടിൽ എത്തി ഏട്ടൻ്റെ മോനുണ്ടാവും. ഓനെ ഞാനിങ്ങനെ മുറ്റത്തുനിന്നേ വിളിച്ച് കൂക്കുവേ. ഓന് ഓടി വരും എൻ്റെ അരുവത്തേക്ക്. ഓന് ഭയങ്കര ഇഷ്ടമാണ്. ഫോൺ വിളിച്ചിട്ടായാലും അല്ലെങ്കിൽ വീട്ടിൽ വരുമ്പോൾ ആയാലും ഞാൻ ഓനെ കാണാണ്ട് കൂക്കുവയ്യ. അന്നേരം ഓൻ അതുപോലെ തന്നെ കൂക്കിയിട്ട് വരും എൻ്റെ അരുവത്ത്. ഇന്നെല്ലാവരും വീട്ടിലുണ്ട്. ഏട്ടനും ഉണ്ട്, അമ്മയുണ്ട്. അനിയൻ ഉച്ചക്ക് ഡ്യൂട്ടിക്ക് പോകണം. ഓൻ അമ്പാടീനെയും കൂട്ടിയിട്ട് ഇങ്ങനെ നടക്കലാന്നേ. അന്നേരം മഞ്ജുവേച്ചിൻ്റെ എന്തെങ്കിലും പണി നടക്കും. മഞ്ജുവേച്ചി പാത്രം കഴുകുകയെന്ന്. അത് ഉല്ലാസ് ചെക്കനെ നോക്കുന്നതുകൊണ്ട് ചേച്ചിക്ക് അന്നേരം ആക്കാനായി. അല്ലെങ്കിൽ ഓൻ്റെ വേക്കിൽ എപ്പോൾ ഒരാൾ വേണം. നിഷേച്ചിയും വിനിയേച്ചിയെല്ലാം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കൂടി വർത്താനം പറഞ്ഞ് നിൽക്കല. ബാലസംഘത്തിൻ്റെ പരിപാടിക്ക് വന്നെടുക്കേന്ന് വന്നേ അവർ. നമ്മളോട് വർത്താനെല്ലാം പറഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പോയത്. ഉജ്വാൻ്റെ പെങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടേരം എൻ്റെ ഈ കോലത്ത് ഫോട്ടോ എടുക്കല്ലേ വീഡിയോ എടുക്കല്ലേ എന്നിട്ട് കൂക്കുകയായിരുന്നു. അമ്പൂട്ടനും അമ്പാടിയും കൂടി നല്ലോണം കളിച്ചോളൂ ഒരുമിച്ച്. അവരെപ്പോൾ കമ്പനിയാണ്. അവരങ്ങനെ കളിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എന്നാൽ അമ്പാടിക്ക് എന്തെങ്കിലും കൊടുക്കാൻ ചെറിയൊരു മടിയുണ്ട്. പക്ഷെ കൊടുക്കും കേട്ടോ, മനസ്സിലെങ്കിലും. അമ്പൂട്ടിന് പിന്നെ കളിപ്പാട്ടം വേണമെന്നില്ല. ഓൻ്റെ മെയിനായിട്ടുള്ള പരിപാടി സ്റ്റെപ്പ് കയറിപ്പോക്കാം. ഇപ്പോഴത്തെ പിള്ളേരെല്ലാം അങ്ങനെയല്ലേ. ഉല്ലാസ് ചോറും തിന്ന് പിന്നെ കുറച്ച് സമയം നമ്മളോട് വർത്താനം പറയാൻ നിന്നിന്. മഴയില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും സന്തോഷം പോലെ തന്നെ. അച്ഛൻ നേരെ പോയിട്ട് ഇപ്പം എത്തീന് കേട്ടോ വീട്ടിൽ. ഞാൻ വന്നിട്ട് ഇപ്പം കാണുന്ന അച്ഛനാ. എവിടെയോ പുറത്ത് പോയിന്നാണ് പറഞ്ഞത്. അമ്പാടി ഒന്ന് വീണേന്. അപ്പോൾ തലക്ക് ചെറുങ്ങനെ പറ്റീന്. എനിക്ക് അതിനെ പറ്റിയിട്ടെല്ലാം ചോദിക്കലാന്ന് അവനോട്. ചോറിന് മുട്ടക്കറിയും കൈപ്പക്ക പച്ചടിയും കാമ്പു വറവെല്ലാം ഉണ്ട്. എന്നാലും നമ്മൾ പുളിയും മുളകില്ലെങ്കിൽ എന്തോ വലിയല്ലേ. കുറച്ച് ഉള്ളിയും നല്ല പുളിയും പച്ചമുളകും ഉപ്പെല്ലാം ഇട്ടിട്ട് കൈനെ കൊണ്ട് നല്ലോണം ഞെരടി എടുത്തിട്ട് ചോറിന് കൂട്ടണം. അതിന് വേറെ തന്നെ ഒരു രസമാണ്. എന്നാലും ഒരു ടേസ്റ്റ് കിട്ടുമ്പോൾ നമുക്ക് അത് തന്നെയല്ലേ നല്ലത് തോന്നും, എന്ത് കറി ഉണ്ടെങ്കിലും. അത് ഞാനങ്ങനെയാണ് കേട്ടോ അധികം ഉണ്ടാകൽ. ഉജ്വാട്ടം വരാൻ നേരപ്പെയുണ്ട് നമ്മൾ ചോറ് തിന്നാനിരുന്നേന്. ഉച്ചയ്ക്ക് ശേഷം പിന്നെ നല്ല മഴയേന്. ഒരു വിമാനം പോലും ഞാൻ വന്നതിന് ശേഷം പോയില്ല കേട്ടോ. എനിക്ക് കാണാനും പറ്റിയിട്ടില്ല. ചോറും നിന്നിട്ട് ഞാനും അമ്പാടിയും കൂടി ഫോൺ കാണാൻ തന്നിന്. ഓന് AI വരുന്ന ഹനുമാൻ്റെ പരിപാടി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് പിന്നെ നമ്മൾ ഇത് തന്നെയായിരിക്കും പണി. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് വേറെ പരിപാടിക്ക് പോകാൻ. ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ.